കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കോളിത്തട്ട് മേഖലയിലെ 8 വീടുകളിൽ നിന്നായി 25ഓളം പേരെയാണ് കോളിത്തട്ട് സെന്റ് ജോസഫ് യു പി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ തോരാതെ പെയ്ത മഴയെ തുടർന്നാണ് വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ കുടുംബങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത്. ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി സണ്ണി, വൈസ് പ്രസിഡന്റ് ടോമി ജോസഫ്, ഡെപ്യൂട്ടി തഹസിൽദാർ ബിജു, വില്ലേജ് ഓഫീസർ പ്രമോദ്, വില്ലേജ് അസിസ്റ്റന്റ് പ്രദീപൻ എന്നിവരും ശനിയാഴ്ച ക്യാമ്പ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കോളിത്തട്ട് മേഖലയിൽ വീണ്ടും ഇന്നലെ വൈകുന്നേരമാണ് റിപ്പോർട്ട് കിട്ടിയത്. അതായത് ഇവിടെയുള്ളവരൊക്കെ ശ്രദ്ധ വേണം, കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടറുടെയും തഹസിൽദാറുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഒരു 8 വീടുകളിലെ ആൾക്കാരെ ഈ ക്യാമ്പിലേക്ക് ക്ഷണിച്ചു. കോളിത്തട്ട് സ്കൂളിലെ ക്യാമ്പിലോട്ട് ഇതിനു മുമ്പൊന്ന് ക്യാമ്പ് സംഘടിപ്പിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഇവിടെ ചേർത്ത് നമുക്ക് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഇന്നലെ ഒരു 8 മണി ആയതോടുകൂടി ക്യാമ്പ് ഇവിടെ സജീവമായി. അതുപോലെ ഈ ഏരിയയെ സംബന്ധിച്ച് ഒരുപാട് പേര് സഹകരണത്തോടെ മുന്നോട്ട് പോകുന്നത്, ഒരുപാട് യുവജനങ്ങൾ ഇവിടെ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തഹസീൽദാർ ക്യാമ്പ് സന്ദർശിച്ചു. അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർമാർ, മറ്റ് എല്ലാ രംഗങ്ങളിലുള്ള പ്രിയപ്പെട്ട എല്ലാവരും പങ്കെടുത്ത് ഇവർക്ക് വേണ്ട സപ്പോർട്ടും ഒക്കെ കൊടുത്തു. നമ്മളിവിടെ ക്യാമ്പിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 11 മണിയായിട്ടാണ് നമ്മൾ പിരിഞ്ഞു പോയത്. ബാക്കി അവിടെ കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നിലവിൽ കാലാവസ്ഥ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, തെളിഞ്ഞിട്ടുണ്ട്. ഇന്നും മഴ നിലവിൽ പെയ്തതായിട്ട് വലിയ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. ഈ ഒരു വീടുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തോടിൻ്റെ സൈഡിലുള്ള വീടുകളാണ്, വളരെ ഭീഷണിയിലാണ് നിലവിലുള്ളത്. അപ്പോൾ ശക്തമായൊരു മഴ പെയ്യുമ്പോൾ തന്നെ ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഭീതിയാണ്. അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. അപ്പം തൽക്കാലത്തേക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം മഴ വരെ പെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ക്യാമ്പും എല്ലാം പിരിച്ചു വിടും. കാരണം ഇവിടെ പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലും ഈ 25 അംഗങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിലൊരു 15 പേരും പ്രായമുള്ളവരാണ്, പിന്നെ ഒരു 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളാണ്. അപ്പോൾ അവർക്കൊരു സുരക്ഷിതത്വവും സംരക്ഷണത്തിനൊക്കെ വേണ്ട ആൾക്കാരൊക്കെ ഇവിടെ സേവന രംഗത്ത് സജീവമായുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാനും അവരെ എല്ലാ രീതിയിലും സംരക്ഷിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടന്നു വരുന്നുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ജെയിംസിന്റെ നേതൃത്വത്തിൽ ക്യാമ്പിൽ കഴിയുന്നവരുടെ ആരോഗ്യപരമായ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് ആരോഗ്യ പ്രവർത്തകരും രംഗത്തുണ്ട്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ കുടുംബങ്ങളെ വീടുകളിലേക്ക് തിരിച്ചയക്കുകയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചു. ഇവരെല്ലാവരും തന്നെ ഇന്നലെയും ഞങ്ങളെല്ലാവരും 8 മണിയോടുകൂടി ഏകദേശം അറിയിപ്പ് കിട്ടിയപ്പോഴാണ് 7 മണിക്ക് ആദ്യം ഒരു ഇൻഫർമേഷൻ വന്നു. 8 മണിയോടുകൂടി മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ കൊടുക്കുവാൻ വേണ്ടി അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു ക്യാമ്പ് നമ്മൾ നടത്തിയത്. കുറച്ച് പേരെ പ്രസിഡൻ്റൊക്കെ നേരിട്ട് തന്നെ ഇവിടെ എത്തിക്കുകയും ബാക്കിയുള്ളവരെ മറ്റു ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്യാമ്പ് ഇപ്പം അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും തന്നെ പ്രസിഡൻ്റ് നേതൃത്വം ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടുകാർ വളണ്ടിയേഴ്സായിട്ടുള്ളവരും ചെയ്യുന്നുണ്ട്. മറ്റ് ഇന്നത്തെ ഉള്ള സ്ഥിതി ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് കളക്ടർക്ക് അറിയിച്ച് DDMയിൽ അറിയിച്ച് അതിനുശേഷം തീരുമാനം എടുക്കുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് അപ്രതീക്ഷിതമായിട്ട് വീണ്ടും ഈ ക്യാമ്പ് ഇവിടെ ആരംഭിച്ചത്. ഈ ക്യാമ്പിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒരു ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശത്തുള്ള ആളുകളാണ്. 2018 ഈ ആളുകളെ 10-23 ദിവസക്കാലം നമ്മൾ മാറ്റി താമസിപ്പിച്ചതാണ്. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ വിജയത്തിന് വേണ്ടി നാട്ടിലെ ആളുകൾ, പ്രത്യേകിച്ച് കോളിത്തട്ട് പ്രദേശത്തെ എല്ലാ ആളുകളും നല്ല രീതിയിലുള്ള സഹകരണമാണ്. ഇന്നലെ സംഭവം അറിഞ്ഞപാടെ എല്ലാ ആളുകളും ഇവിടെ ഓടിയെത്തുകയും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളൊക്കെ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഈ ക്യാമ്പിന് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു 4 ദിവസം മുമ്പാണ് ക്യാമ്പ് അവസാനിപ്പിച്ച് ആളുകൾ വീടുകളിലേക്ക് പോയത്. ആ ഘട്ടത്തിലെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ, പഞ്ചായത്തിൻ്റെ ആളുകൾ, വില്ലേജ്, റവന്യൂ, അങ്ങനെ എല്ലാ ആളുകളുടെയും നല്ല സഹായമുള്ളത് കൊണ്ട് തന്നെ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്.